ഹായ് ഡിയർ ഫ്രണ്ട്സ്, അവർ നെക്സ്റ്റ് വീഡിയോ എക്സൽ ആണ്. MS എക്സൽ പഠിക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ ദിവസം നമ്മൾ MS എക്സലിൻ്റെ ഒരു ക്ലാസ് ഇടുവാണ്. നമുക്ക് എന്താ MS എക്സൽ എന്ന് നോക്കാം. അതിൻ്റെ ഷീറ്റിനെ നമുക്കൊന്ന് ഇൻട്രൊഡക്ഷനായിട്ട് പരിചയപ്പെടാം. ഓക്കെ, MS എക്സൽ മൈക്രോസോഫ്റ്റ് എക്സൽ ബിസിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോളംനാർ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ. ബിസിനസ് റെക്കോർഡുകളെല്ലാം കോളംനാർ ടേബിൾസുകളായിരിക്കും. കോളംനാർ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർ റിലേറ്റഡ് കോളംനാർ റിപ്പോർട്ട്സ് ഇൻ വർക്ക് സ്പേസ് കോൾഡ് വർക്ക്ഷീറ്റ് അഥവാ സ്പ്രെഡ്ഷീറ്റ്. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് പ്രൊവൈഡ് നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ടു പ്രൊവൈഡ് സെൽസ്. എക്സൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ MS എക്സലിൻ്റെ ബട്ടണിൽ വെച്ച് മൗസ് ഡബിൾ ക്ലിക്ക് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഇലക്ട്രോണിക് ഷീറ്റാണ്. ആ ഇലക്ട്രോണിക് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ബുക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ കടയിൽ പോയി ഒരു രജിസ്റ്റർ എഴുതണമെങ്കിൽ ഒരു ബുക്ക് വാങ്ങുമല്ലോ, അപ്പോൾ ഒരു ബുക്കാണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഓരോന്നും ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് നമ്മൾ ഫയൽ നെയിം കൊടുക്കുമ്പോഴേ ആ ബുക്കിൻ്റെ പേര് മാറുള്ളൂ. അതുവരെ നമുക്കൊരു ബുക്കായിട്ടാണ് ഇലക്ട്രോണിക് ഷീറ്റുകൾ തുടങ്ങിയ ഒരു ബുക്കാണ് കിട്ടുന്നത്. ഇവിടെ ഇതിനകത്ത് നമ്പർ ഓഫ് ഷീറ്റുകളുണ്ട്. ഓരോ ഷീറ്റിനും നമ്മൾ ഈ പറഞ്ഞ 10,48,576 അത് കൂടിപ്പോകാം. അത്രയും റോസും ABCD എന്ന് തുടങ്ങുന്ന കോളത്തിൻ്റെ അഡ്രസ്സ് HFD വരെയും ഉണ്ടാവും. ഇത്രയും ബൾക്കായിട്ടുള്ള നമ്പർ ഓഫ് ഷീറ്റുകൾ ഉൾപ്പെട്ടതാണ് നമ്മളെ വർക്ക് ബുക്ക്. അപ്പോൾ ഈ ഷീറ്റുകളെ നമുക്ക് ആവശ്യാനുസരണം ഇൻസേർട്ട് ചെയ്യാം, വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം. ഈ ഫെസിലിറ്റീസ് എല്ലാം എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഹ്യൂജ് ഇലക്ട്രോണിക് ബുക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബുക്കിൽ നമ്പർ ഓഫ് ഷീറ്റ്സുകളുണ്ട്. ഷീറ്റിൽ റോയും കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ റോയും കോളത്തെ യഥേഷ്ടം നമുക്ക് മാറ്റാം. ആവശ്യത്തിനനുസരിച്ച് ഫ്ലെക്സിബിളാണ്. അത് കൂട്ടുകയോ സൈസ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. റോയുടെ ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ നമുക്ക് ധാരാളം ഷീറ്റുകളെ അതിൽ നമുക്ക് വീണ്ടോളം ഷീറ്റുകളതിനകത്ത് ഉൾപ്പെടുത്താം. ഒരു ലിമിറ്റ് ഷീറ്റുകളായിരിക്കും ഡിഫോൾട്ടാക്കി വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് കൂടുതൽ സെറ്റ് ചെയ്യാൻ അതിൻ്റെ വേർഷൻ അനുസരിച്ചിരിക്കും അതിൻ്റെ വേരിയേഷൻ. ഇനി നമ്പർ ഓഫ് റോസ്, ഈ റോസും കോളംസും വളരെ ബൾക്കാണ്. ആവശ്യമുള്ളിടത്ത് വെച്ച് നമുക്ക് പേജ് സെറ്റ് ചെയ്യാം. ഇനി ഷീറ്റുകളെ തമ്മിൽ നമുക്ക് ഫോർമുല ചെയ്യാം, ഷീറ്റുകളെ തമ്മിൽ വാല്യുവേഷൻ ചെയ്യാം, ഷീറ്റ് തമ്മിൽ കൺസോൾഡേറ്റ് ചെയ്യാം, ബുക്കുകൾ തമ്മിൽ നമുക്ക് കൺസോൾഡേറ്റ് ചെയ്യാം, വാല്യുവേഷൻ ചെയ്യാം, സമ്മറൈസേഷൻ ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഷീറ്റാണ്, ഷീറ്റുകൾ അടങ്ങിയതാണ് നമ്മുടെ എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഇനി എക്സൽ പ്രൊവൈഡ്സ് ഫോർമുല സിസ്റ്റം, ഡിഫറെൻറ്റ് ഫോർമാറ്റിംഗ് സിസ്റ്റം. ഫോർമുല സിസ്റ്റം എന്ന് പറയുമ്പം അരിത്തമാറ്റിക് സിസ്റ്റം, സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, ലുക്കപ്പ് റെഫറൻസ് ഫങ്ഷൻസ്, ഇങ്ങനെ എല്ലാ സയൻറ്റിഫിക് ഫങ്ഷൻസ് ആൻഡ് സോ ഓൺ. ഇതെല്ലാം ഉൾപ്പെട്ട് ഫോർമുല ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. നമുക്ക് ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്യാം, കൊടുത്താൽ ഫങ്ഷൻ ഓക്കെ. അപ്പോൾ അതുപോലെ നമുക്ക് ന്യൂമറസ് ഡേറ്റ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചാർട്ടുകൾ വേണ്ടി വരും. സോ ഇറ്റ് പ്രൊവൈഡ്സ് ചാർട്ട്സ്, പൈ ചാർട്ട്, ബാർ ചാർട്ട്. അപ്പോൾ നമ്മൾ ചാർട്ട് വിസാർഡുകൾ അതിനകത്തുണ്ട്. ലൈൻ ഗ്രാഫ്സ്, ബാർ ചാർട്ട്, 3 ഡൈമെൻഷണൽ ചാർട്ട്, സ്കാറ്റർ ചാർട്ട് ആൻഡ് അതർ വിഷ്വലൈസ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് അതിനകത്ത് എടുക്കാം. അപ്പം ഈ ന്യൂമറസ് ഡേറ്റ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഈസ് ദ ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റിംഗ് ഉണ്ട്, ഫോർമുല സിസ്റ്റം ഉണ്ട്, ലുക്ക് പ്രിഫറൻസ് സിസ്റ്റം ഉണ്ട്, ചാർട്ട് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ആ ഷീറ്റിലേക്ക് പോയി ഒന്ന് പരിചയപ്പെടാം. എക്സൽ ഷീറ്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ടാൽ നമുക്ക് ടോപ്പിലായിട്ടാണ്, സ്ക്രീൻ ക്ലിയർ ആവുന്നില്ല, ബുക്ക് എന്നുള്ളത് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബുക്കായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് നമ്മുടെ ടൈറ്റിൽ ബാറാണ്. ബുക്ക് നമ്പർ, ബുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ബുക്ക് 1, 2, 3 മൈക്രോസോഫ്റ്റ് ബുക്ക് 1 ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളെ മെനു ബാറാണ്. മെനു ഓപ്ഷൻസുകൾ അടങ്ങിയ മെനു ബാറുകളാണ്. ഓരോന്നിലും അതാതിൻ്റേതായ മെനൂസുകളും ടൂൾസുകളും അവിടെയുണ്ട്. ഉണ്ടോ, ഐക്കൺസുകൾ അടങ്ങിയ മെനൂസ് ഓപ്ഷൻസുകൾ. നേരത്തെ പുൾ ഡൗൺ മെനൂസ് ആയിരുന്നു, ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മെനൂസുകൾ അടങ്ങിയ മെനു ബാറാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ടൈറ്റിൽ ബാറാണ്.
ടൈറ്റിൽ ബാർ കഴിഞ്ഞു, മെനു ബാർ കഴിഞ്ഞു. മെനൂസാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞതാ ഇത് കണ്ടോ, സെൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളെ മൗസ് എവിടെയാണ് ഇരിക്കുന്നത് നോക്കിയേ, റോകളും കോളംസും കൊണ്ട് ആണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതൊരു റോയാണ്. ഇവിടെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത ഒരു റോ കണ്ടോ, റോ അങ്ങേറ്റം വരെ പോകും, റോയാണിത്. ഇതോ കോളം താഴോട്ട് കണ്ടോ. ഈ കോളവും റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഏരിയ, ഇതിനെ നമ്മൾ സെല്ലെന്ന് പറയും. വി ക്യാൻ സെലക്ട് നമ്പർ ഓഫ് സെൽസ്, വി നീഡഡ് ദർ സെൽസ്. അതാണ് സെല്ല് സെലക്ട് ചെയ്യുന്ന, മൗസ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, നമ്പർ ഓഫ് സെൽസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ പൊസിഷൻ കാണിക്കും. ലാസ്റ്റ് സെല്ല് എവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ കോളം ഡി റോ 13. ഇവിടെ D13 എന്ന് കാണിക്കുന്നത് കണ്ടോ, D13. ഇത് നമ്മൾ ആ ഫോമുല ബാറാണ്. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലോ ഫങ്ഷൻ ചെയ്താലോ ഇതിവിടെ കാണിക്കും. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് കണ്ടോ, ഇവിടെയാണ് വരുന്നത്. നമുക്കിത് തിരുത്തണമെങ്കിൽ ഇതിൻ്റെ മോളിൽ ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്യരുത്. ഇതിൻ്റെ മോളിൽ ടൈപ്പ് ചെയ്താൽ എന്ത് ചെയ്യും, അത് പോയിട്ട് പിന്നെ ടൈപ്പ് ചെയ്യുന്നത് വരും. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കർസർ വെച്ചിട്ട് ഇവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് കൊടുത്തിട്ട് ഇവിടെ കർസർ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇനി മാറി ടൈപ്പ് ചെയ്താൽ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി ഈ സെല്ല് വിട്ട് ഇത്രയല്ല, ഇതിപ്പോൾ 7 ലെറ്ററോ 8 ലെറ്ററോ ആയിരിക്കും. ഇതിനെ നമുക്ക് ഈ ഫ്രെയിം, ഇത് കോളം ഫ്രെയിമാണല്ലോ, ഈ ഫ്രെയിമിൽ വെച്ച് ക്ലിക്ക് ചെയ്ത് ആവശ്യാനുസരണം കൂട്ടി കൊടുക്കാം. കൂട്ടാതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അടുത്ത സെല്ലിലേക്ക് കൂടി വന്നുകൊണ്ടേയിരിക്കും, അങ്ങനെ നീണ്ടു കിടക്കും. അടുത്ത സെല്ലിൽ വീണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതങ്ങ് പോകും. അത് പോയിട്ടില്ല, ഡിസപ്പിയർ ആയിട്ടുള്ള ഇതിനെ പിടിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് മാറ്റുമ്പോൾ ആ ഡേറ്റ് അവിടെ വന്നതുണ്ടോ. അപ്പം നമ്മളെ കോളത്തിലെ കണ്ടൻസിന് എത്രമാത്രം വിടുത്തുണ്ടോ അതനുസരിച്ച് നമ്മളതിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. കോളം ഫ്രെയിമിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ കണ്ടോളം. റോ ഫ്രെയിമിലാണെങ്കിൽ അതുപോലെ റോ ഹൈറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സിമ്പിൾ മൗസ് പോയിൻ്റ് നോക്കി വേണം, പ്ലസ് മാർക്കാണ്. ആരോ മാർക്ക് വരുമ്പോൾ അത് സെലക്ട് ചെയ്യാനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കോളം കണ്ടോ, ABCD ഇങ്ങനെയാണ് കോളം അഡ്രസ്സ് പോകുന്നത്. ഈ കോളം എവിടെ വരെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് കോളം അഡ്രസ്സ് HFD വരെയാണ് ലാസ്റ്റ് കോളം അഡ്രസ്സ് വന്നിരിക്കുന്നത്. ഇത്രയും വലിയ ബൾക്ക് ഷീറ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റ് റോ ഏതാണെന്ന് നോക്കാം. നോക്കിയേ, ലാസ്റ്റ് റോ വന്നിരിക്കുന്നത് ഏകദേശം 10,48,576 റോസും ഉണ്ട്. ഇത്രയും ബൾക്ക് ഞാൻ ഹോം കൊടുത്തു, ഷിഫ്റ്റ് ഹോം കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, കൺട്രോൾ ഹോമിൽ ഫസ്റ്റിൽ വീണ്ടും വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പറഞ്ഞു നമ്മൾ ഷീറ്റുകളുണ്ടോ, ലാസ്റ്റ് കൊണ്ടേ ഇവിടെ കണ്ടോ ഷീറ്റുകൾ കണ്ടോ. ഇവിടെ ഒരു ഷീറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും ഷീറ്റ് വേണേൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഷീറ്റ് 2 വരും, വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഷീറ്റ് 3 വരും, വീണ്ടും ഷീറ്റ് 4 വരും. അതല്ലെങ്കിൽ ഇൻസേർട്ടിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ന്യൂ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഷീറ്റിനെ റീനെയിം ചെയ്യണം. ഇവിടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഷീറ്റ് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, മൂവ്, കോപ്പി, വി കോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഷീറ്റിനൊരു പേര് കൊടുക്കണം. നമ്മളൊരു പേര് കൊടുത്തു. അത് പേര് കൊടുക്കുമ്പോൾ ഫയലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പേര് കൊടുക്കുക. പർച്ചേസ് മാർച്ചിലെയാണേ അങ്ങനെ അനുസരിച്ചുള്ള കോഡ് കൊടുക്കുക. സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ പർച്ചേസിൻ്റെ നമ്മൾ ജനുവരി ഫെബ്രുവരി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് പേര് കൊടുക്കുക ഓരോ ഷീറ്റിനും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ബുക്കാണ് ഇവിടെ കിട്ടുന്നതെന്നും അതിൻ്റെ ഷീറ്റ് ബൾക്ക് ഷീറ്റാണെന്നും റോ കോളം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണെന്നും അതിൻ്റെ ഏരിയ നമ്മൾ റോ കോളം കോമ്പിനേഷൻസ് പാർട്ടിനെ സെല്ലെന്ന് പറയുമെന്നും നമ്പർ ഓഫ് സെൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. സെല്ലിനകത്തുള്ള വിട്ട് നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. റോ ഹൈറ്റ് എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് കണ്ടു. നമ്മൾ ആൻസേഴ്സിനസ് റോ ഹൈറ്റ് കൂട്ടി. ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അതിനേക്കാൾ കൂടുതൽ കണ്ടൻസ് ഉണ്ടെങ്കിൽ അത് അടുത്ത സെല്ലിലേക്ക് വരുമെന്ന് പറഞ്ഞു. അടുത്ത സെല്ലിൽ വീണ്ടും വെച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ മാറി ചെയ്യുകയോ ടൈപ്പ് ചെയ്യുമ്പോൾ അത് പോകുമെന്ന് നമ്മൾ പറഞ്ഞു. അത് ഡിസപ്പിയർ ആയാൽ നമ്മളിവിടെ വിളിച്ചെന്ത് ചെയ്യുക, മാറ്റി വെക്കുമ്പോൾ അതൊക്കെ കിട്ടിക്കോളും. അപ്പം ആ സെല്ലിൻ്റെ വിട്ട് അവിടെ പൂർണ്ണമായും ഉണ്ടു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബായ്. വിട്ടായി പോകുന്നു, വീഡിയോ വലുതായി പോകുന്നു, അതുകൊണ്ട് ഇന്ന് ഇത്രയും നിർത്താം. ഓക്കെ, അടുത്ത ക്ലാസ്.